മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലക്കുടി മുൻ ലോക്സഭാംഗവുമായ കെ.പി. ധനപാലൻ അന്തരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഭൗതികദേഹം പൊതുദർശനത്തിനു ശേഷം പറവൂരിലെ വസതിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ശാന്തമുഖമായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്കും കേരള പൊതുസമൂഹത്തിനും വലിയൊരു നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കെ.എസ്.യുവിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന കെ.പി. ധനപാലൻ അരനൂറ്റാണ്ടുകാലം എറണാകുളം, തൃശൂർ ജില്ലകളിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചാലകശക്തിയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽക്കേ മികച്ച സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കെ.എസ്.യു എറണാകുളം ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച ജനകീയ അടിത്തറയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത്. തന്റെ പാർലമെന്ററി ജീവിതത്തിൽ ചാലക്കുടിയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങിയത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെയാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം. തീർത്തും സൗമ്യമായ പെരുമാറ്റവും വിട്ടുവീഴ്ചയില്ലാത്ത കോൺഗ്രസ് ആദർശങ്ങളുമായിരുന്നു ധനപാലന്റെ സവിശേഷത. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കാലത്തും എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സമന്വയത്തിന്റെ നേതാവായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു. KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി പദവികൾ വഹിച്ച അദ്ദേഹം പിന്നീട് KPCC വൈസ് പ്രസിഡന്റായും പാർട്ടി ഹൈക്കമാൻഡ് രൂപീകരിച്ച കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായും പ്രവർത്തിച്ചു. പാർലമെന്ററി രംഗത്ത് മാത്രമല്ല, സഹകരണ സാമൂഹിക മേഖലകളിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2005-2006 കാലഘട്ടത്തിൽ സംസ്ഥാന ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനായും 2007 മുതൽ 2009 വരെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായും വിദ്യാഭ്യാസ മേഖലയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു. ചാലക്കുടിക്ക് പുറമെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 2014 കോൺഗ്രസ് നേതൃത്വം സിറ്റിംഗ് സീറ്റുകൾ പരസ്പരം വെച്ചുമാറിയതിനെ തുടർന്ന് അദ്ദേഹം തൃശൂരിൽ നിന്നാണ് ജനവിധി തേടിയത്. ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പ്രകടമായ ആ തെരഞ്ഞെടുപ്പിൽ നേരിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കാൻ അദ്ദേഹം മടിച്ചില്ല. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ 1950 ഏപ്രിൽ 4-നാണ് കെ.പി. ധനപാലന്റെ ജനനം. ആലുവ UC കോളേജിൽ നിന്നാണ് BSc കെമിസ്ട്രി ബിരുദം നേടിയത്. കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കാലത്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് ധനപാലൻ കടന്നുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം കോൺഗ്രസിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ധനപാലൻ നടത്തിയ മത്സരരംഗം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. പിൽക്കാലത്ത് വൈപ്പിൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹം മുന്നിൽ നിന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഏക മകന്റെ അപ്രതീക്ഷിത വിയോഗമേൽപ്പിച്ച കടുത്ത മാനസികാഘാതത്തിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തനാവാതെ ഒടുവിൽ ആ ജനപ്രിയ നേതാവും യാത്രയായി. മകൻ KD ബ്രിജിത്തിന്റെ വേർപാടിന് പിന്നാലെയുണ്ടായ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. സുമയാണ് ഭാര്യ.